കിട്ടിയും. അണ്ടിപ്പരിപ്പിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് തക്കാളിയിലോട്ട്. പറയൂ മമ്മൂക്ക, എന്താണ് തക്കാളി ചേർത്തിരിക്കുന്നു? മനസ്സിലായില്ല, കുറച്ചുകൂടെ വിശദീകരിക്കൂ. തക്കാളി എത്ര എണ്ണം? 4 പീസ് തക്കാളി. ഓക്കെ, വലുത്. അതിനെ ഞാൻ ഇതിനകത്ത് മുറിച്ച് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാണ്ട് നിങ്ങൾ ഇതിനകത്ത് എന്തോ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എന്തോ ഇട്ടുണ്ടല്ലോ? ഒരു മസാലയും ഇതുവരെ ചേർത്തിട്ടില്ല. ഉപ്പും ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തില്ല. ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. നമുക്കിനി പരിചയപ്പെടാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ അസിസ്റ്റന്റ് മിസ്റ്റർ റിജു, റിജീഷ് രാജൻ എന്ന് വിളിക്കുന്ന ഒരു MCA വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥി ആയിരുന്നു. മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. കണ്ടാൽ അവൻ ഒരു പയ്യനാണെങ്കിലും കയ്യിലിരിപ്പ് വെച്ചിട്ട് അവൻ വെല്ലുപ്പാണ്. ഇങ്ങോട്ടോ ഇവിടെ ഇതാണ് ക്യാമറ. ഹായ്. ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് കോഴിയുടെ തൊലി കളയലാണ്. ഭയങ്കര അതിസാഹസികമായ ഒരു ജോലിയാണത്. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് ഫ്രോസൺ ചിക്കൻ. നോക്കൂ, തൊലി ഒരു സൈഡിൽ നിന്ന് പറിച്ച് തൊലി വേണ്ടല്ലോ നമുക്ക്. വേണ്ട, ആവശ്യത്തിനുള്ള നെയ്ക്ക് പുള്ളി 6 kg നെയ്യ് മേടിച്ചിട്ടുണ്ട്. അതെ, എന്താണ് മിസ്റ്റർ മുഹമ്മദ് താങ്കൾ അന്വേഷിക്കുന്നത്? ഉപ്പ്. അദ്ദേഹം ഇതാണ് സാൾട്ട് എന്ന് പറയുന്ന സാൾട്ട്. ആയിക്കോട്ടെ, പെരുന്തൽമണ്ണക്കാരനെ സാൾട്ട് എന്ന് പറയും. വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട്. താങ്കൾ 2 ദിവസം മുന്നേ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ താങ്കൾ ടീസ്പൂൺ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നത് സത്യത്തിൽ ടീസ്പൂൺ അല്ലായിരുന്നു, അതൊരു ടേബിൾ സ്പൂൺ ആണ്. 4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്ന് പറയുന്നത് താങ്കൾ ഇടുന്നത് 4 ടേബിൾ സ്പൂൺ. അല്ല, സംഭവം കറിക്ക് രസമുണ്ടോ? കാരണം ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നാസില വന്ന് ചോദിച്ചപ്പോൾ 4 ടീസ്പൂൺ എന്ന് പറഞ്ഞു. എല്ലാം 4 ടീസ്പൂൺ നോക്കുമ്പോ 4 ടേബിൾ സ്പൂൺ. ഇന്നലത്തെ കാര്യം നാസില ഉള്ള സമയത്ത് തന്നെ പറയാം. ആണോ? അവളെന്നാ കുറച്ച് വരും. കഴുകി വെച്ചിരിക്കുന്നത് നോക്കൂ, മല്ലിയില, പുതിന, ഇതാ ഉപ്പിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോ 1ാം പെരുന്നാളിന്റെ സ്പെഷ്യലാണ്. അതെ, ഇത് ആദ്യത്തെ പെരുന്നാളിന്റെ ഉപ്പ്. ഇത് ഇവിടെ ഉപ്പ് അധികം ആളുകൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മള് 2 ടേബിൾ സ്പൂൺ നോക്കൂ. 2 ടീസ്പൂൺ. 1 മിനിറ്റ്, ടീസ്പൂൺ കാണിക്കൂ. ഇതാണ് ടീസ്പൂൺ. പുള്ളിയുടെ ടീസ്പൂൺ എന്ന് പറയുന്നത് ഇതാണ്. ഞങ്ങൾ ഇതിനെ ടേബിൾ സ്പൂൺ എന്ന് വിളിക്കും, ഇദ്ദേഹം അതിന് ടീസ്പൂൺ എന്ന് വിളിക്കും. ആയിക്കോട്ടെ, നല്ല പുള്ളിക്കാരന് ചുടുവെള്ളം വേണ്ട. ആഹാ, തിളയ്ക്കുന്ന സോറി, ഇത് നമ്മൾ കുഴമ്പ് പരുവത്തിലാവുമോ? ഇതിപ്പം ഏകദേശം കുഴമ്പ് പരുവത്തിലായി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഒന്നും കൂടെ കുഴമ്പാക്കും. അതിനുശേഷം ഇതിനെ അടച്ചു വെക്കും വൃത്തിയായിട്ട്. ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിന്റെ കുറഞ്ഞ മസാല ചേർക്കാറുണ്ട്. പൊടി ഐറ്റംസ് എന്തൊക്കെയാണ് താങ്കൾ അതിൽ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് യെല്ലോ പൗഡർ സ്വല്പം ചേർക്കും. അതായത് ടർമറിക് പൗഡർ, മഞ്ഞ പൗഡർ. ആയിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞോട്ടെ, പറയൂ. അത് അദ്ദേഹത്തിന്റെ സ്റ്റൈലാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞ മോമോസ് ബിരിയാണിയാണ് അദ്ദേഹത്തിന്. ഞാൻ ഇന്ന് ഈ ബനിയൻ ഇട്ടതുകൊണ്ട് മാത്രമാണ് മഞ്ഞപ്പൊടി. ഞാൻ നീലായിരുന്നു ഇട്ടായിരുന്നെങ്കിൽ മിക്കവാറും ഉജാല ചേർത്തേനെ. പറയൂ. പഞ്ചസാര ചേർക്കുവോ? പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാം. ഓക്കെ, പഞ്ചസാര എന്തിനാ ഇച്ചിരി എരിവിരുന്നോട്ടെ. ഇത് മാറ്റി. 1 മിനിറ്റ്. ഹലോ, അടുത്ത ഐറ്റംസ് എന്താ പറഞ്ഞോളൂ. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുറഞ്ഞ് ഗരം മസാല സാധനങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കുറച്ച്. ഏത് വയസ്സില്? ചൂടുവെള്ളമൊന്നും വേണ്ട കേട്ടോ. ഹിസ്സിക്ക് നാളെ കാലത്ത് എത്ര മണിക്കാ പോട്ട്? ഒന്നും ആയിട്ടില്ല. ഇത് നോക്കാം.